ബിരിയാണിയും അതിനു മുമ്പിൽ നല്ല പോർക്കിന്റെ ഇറച്ചിയും വെച്ചുകൊണ്ടുള്ള റമദാൻ പോസ്റ്റർ മുസ്ലിമീങ്ങൾക്കെതിരെ നിർമ്മിച്ചതായിട്ട് കണ്ടു. ഒരു സംഖ്യയായിരിക്കും തീർച്ചയായിട്ടും അത് നിർമ്മിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ഹോട്ടൽ ഉടമ അവരുടെ പരസ്യത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണന് മുന്നിൽ മന്തി വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ നിർമ്മിച്ചപ്പോൾ അതിന്റെ പ്രതികാരം എന്നോണമാണ് അവർ അത് നിർമ്മിച്ചത്. ആ ഹോട്ടൽ ഉടമ അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, അറിയാതെയാണ് ചെയ്തത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ പോലും മറ്റൊരു സമുദായം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു മന്തിയുടെ ഫോട്ടോ കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് അത് ആ ഹോട്ടലിടം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അതിന്റെ പ്രതികാരം എന്നോണം ബിരിയാണിക്ക് മുകളിൽ പന്നിയിറച്ചി വെച്ച് റമദാൻ ആശംസകൾ നേരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കേരളത്തിലെ ഒരു മുസ്ലിമീങ്ങൾക്കും ഒരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ ഒരു സങ്കടങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് മാത്രമല്ല, പ്രവാചകർക്കെതിരെ മറ്റു മുസ്ലിം സമുദായത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്കെതിരെ പല രൂപത്തിലുള്ള അവഹേളനകൾ കണ്ടിട്ടുണ്ട്, പരിഹാസങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടൊക്കെ ഉണ്ട്. അത് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയാം. അത് അവരുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അത് മാത്രമല്ല, നിലവിൽ നമ്മുടെ കേരളത്തിൽ മതത്തിന്റെ ഒരു ഐക്യമുണ്ട്. അത് എന്ത് വിചാരിച്ചാലും എത്ര കലാപകാരികൾ വന്നാലും അതൊരു നിലക്കും തകർക്കാൻ കഴിയില്ല. എല്ലാവർക്കും അറിയാം, മുസ്ലിങ്ങളിൽ നിന്നൊരു വിഭാഗം, ഹൈന്ദവരിൽ നിന്നൊരു വിഭാഗം, ക്രൈസ്തവരിൽ നിന്നൊരു വിഭാഗം, വർഗീയതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറച്ചാൽ അവർ എങ്ങനെയൊക്കെ ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ പോസ്റ്റർ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥ ഹൈന്ദവരും യഥാർത്ഥ ക്രൈസ്തവരും യഥാർത്ഥ മുസ്ലിങ്ങളും ഒരുപാടുള്ള നാടാണ് ഈ കേരളം. ഇവിടെ ഒന്നും നിങ്ങൾക്ക് വില പേശില്ല, ഉറപ്പാണ്.